വീട് എന്ന സ്വപ്നം പലരുടെയും ഒരാഗ്രഹം അല്ലേ? വീട് പണിയുക, വീട് പൂർത്തീകരിക്കുക, അതിൽ താമസിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും തന്നെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് വാടക വീട്ടിൽ കിടന്ന് ശീലിച്ചവർക്കാണ് ഒരു സ്വന്തമായ ഒരു വീടിന്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് ഒരു വീടുണ്ടാക്കുക എന്ന് വെച്ചാൽ അതിൽ പല സന്തോഷം വേറൊന്നുമില്ല അല്ലേ? അപ്പോൾ അതിനുള്ള പണം നമ്മൾ ആദ്യം സമാഹരിക്കുന്നു അല്ലേ? എവിടുന്നെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കി ലോൺ എടുത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ നമ്മൾ സ്ഥലം വിറ്റാണെങ്കിലും ഒക്കെ പണം വാങ്ങുന്നു. എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം വാങ്ങുന്നു. അവിടെ നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ വീട് പണിയുന്നു. ആ വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ശില്പീനെ അല്ലെങ്കിൽ അത് ഒരു പടമൊക്കെ നല്ലൊരു നന്നായിട്ട് ചെയ്ത് തന്നെ ഒരു കോൺട്രാക്ടർ വർക്കുള്ള ആളെയോ അല്ലെങ്കിൽ ഒരു വീട് പണിയുന്ന ആളെയോ നമ്മൾ ഏൽപ്പിക്കുന്നു. നമുക്ക് നല്ലൊരു രമ്യഹർമ്മ്യമായ ഒരു വീട് നമുക്ക് പൂർത്തീകരിച്ച് കിട്ടുന്നു. എന്ത് സന്തോഷം അല്ലെ? വീട് പണി എന്നൊക്കെ പറയുമ്പോൾ വീട് പൂർത്തീകരിക്കുക, അതിൻ്റെ പാല് കാച്ചൽ ചടങ്ങ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സന്ദർഭങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിൽ സന്തോഷിക്കും. ഇനി നമുക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ആ വീട്ടിൽ താമസിക്കാമെന്നല്ലേ? പക്ഷേ ഇന്നിപ്പോൾ പല വീടുകളിലും എന്താ സംഭവിക്കുന്നത്? ഉടനെ വീട് പണിത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ വീടുകളിൽ അസ്വസ്ഥത തുടങ്ങും. ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ക്ലബിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോൾ കൈയും കോർത്തു വരുന്ന ഭാര്യ ഭർത്താക്കന്മാരെയും യുവമിഥുനങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷേ അവരെ മറ്റുള്ളവരുടെ കാങ്കൽ അവർ ഭയങ്കര സന്തോഷവന്മാരായിരിക്കും ഇല്ലേ? പക്ഷേ അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ തനിക്കുണം കാണിക്കുകയും ചെയ്യും. അവിടെ കാളപ്പോരാണോ നടക്കുന്നത്, കോഴിപ്പോരാണോ നടക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. പല വീടുകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് ഒരു 2 മാസം കഴിയുമ്പോൾ ഹൗസിംഗ് ലോണിന് വരും. അപ്പോൾ അതിനുള്ള പൈസ ഉണ്ടാക്കണം. വീട്ടിലേക്ക് സാധനങ്ങൾ വരും, അത് മേടിക്കാനുള്ള കറണ്ട് ബില്ല് ഓരോന്നായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതിനെ പിടിച്ച് 1, 2, 3 വാക്കുകൾ പറഞ്ഞ് നമ്മൾ അവസാനം വലിയൊരു കോഴിപ്പോരിലേക്ക് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ എത്തിപ്പെടുന്നു. അതുവരെയുള്ള സന്തോഷവും സമാധാനവും ഒക്കെ പല വീടുകളിലും നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ കാശ് കയ്യിലുള്ളവർക്ക് അത് കുഴപ്പമില്ല. ഇടത്തരക്കാരാണ് ഏതെങ്കിലും ഒരു വമ്പിച്ച തുക ലോൺ എടുത്തിട്ട് നമ്മൾ വീട് പണിയണത്. ആ വീട് പണി കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല എന്നുള്ള വേറൊരു കാര്യം കേട്ടോ. കാരണം വലിയ വീടുകൾ വെക്കും തോറും നമ്മളെ സാമ്പത്തിക ബാധ്യത കൂടുകയും നമ്മൾ കൂടുതൽ കണക്കടിയിലേക്ക് അകപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കൊക്കിലൊതുങ്ങാവുന്ന ഒരു വീട് പണിയുകയും അതിൽ നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ താമസിക്കുകയാണെങ്കിൽ അതിലുള്ള പല സന്തോഷം വേറെ വല്ലതും ഉണ്ടോ? സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കില്ലേ? പലപ്പോഴും അതിന് സാധിക്കാറില്ല. അതിനുശേഷം പിന്നീട് ഓരോ പ്രശ്നങ്ങളായി, വഴക്കുകളായി, വക്കാണങ്ങളായി എന്ന് വേണ്ട, പിന്നീട് നമ്മുടെ ആ സ്വർഗജീവിതം ഒരു നരകതുല്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മനപ്പൊരുത്തം പോലെ ഉണ്ടെങ്കിൽ പോലെ തന്നെ വീടും നമുക്കൊരു പൊരുത്തമുള്ള വീടായിരിക്കണം. നമുക്ക് യോജിച്ച ഒരു വീടായിരിക്കണം. ആ വീട്ടിൽ നമുക്ക് പറ്റുന്ന വരുമാനത്തിനകത്ത് നിൽക്കുന്ന വീടായിരിക്കണം. നമുക്ക് EMI ആയിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. ഇങ്ങനെയെല്ലാം ചിന്തിച്ച ശേഷം മാത്രമേ നമ്മൾ വീട് പണിയാവുള്ളൂ. ഒത്തിരി എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് വീട് പണിതിട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവസാനം വീട് വിൽക്കാനിട്ടേക്കണ പേരും ഒത്തിരി പേരുണ്ട്. കാരണം അവർക്ക് സാധിക്കുന്നില്ല. ആ വീട് പണിതിട്ട് അതിൻ്റെ ലോണുകൾ ക്ലോസ് ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. എന്ത് ചെയ്യണം? അപ്പോൾ അതോ ഒരു ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 20 വർഷം 25 വർഷമാണ് ഹൗസിംഗ് ലോൺ എടുക്കുന്നത്. ആ 25 വർഷവും ഇവർ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി അതോ 22,000 രൂപ 25,000 രൂപയുടെയൊക്കെ ആണ് അടമാസം വരുന്നത്. അവരുടെ സാലറി വെച്ച് നോക്കുമ്പോൾ അവർക്കത് മക്കൾ വലുതായി വരുന്നു. ഈ 22 ഒന്ന് ഓർത്ത് നോക്കി, ഒരു 15 വർഷം 20 വർഷം എന്നൊക്കെ പറയുന്ന ഒരു കൊച്ചു വലുതായി വരുന്ന പ്രായമെത്തി. അപ്പോഴും അവർക്ക് ഒരു വക സമ്പാദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ കുഞ്ഞുമക്കൾ ആയിരിക്കുമ്പോൾ നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് അത്രയും ചിലവുകൾ തോന്നുന്നില്ല. നമ്മുടെ മക്കൾ വലുതായി +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അവരുടെ ഇതിലേക്ക് എത്തിയാലും നമ്മുടെ ഹൗസിംഗ് ലോൺ ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ പിന്നെയും കൂടുതൽ കടക്കണിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യത. അപ്പോൾ എപ്പോൾ വീട് പണിയുമ്പോഴും നമ്മുടെ മനോഹരമായ സ്വപ്നഭവനം നമ്മൾ നോക്കിയും കണ്ടുകയും ചെയ്യാവുള്ളൂ. നമ്മൾ കടം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, നമ്മളെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ലോണുകൾ എടുക്കുക. ഒത്തിരി ലോണുകൾ എടുത്തു കൂട്ടാതെ ബാക്കി പൈസ നമ്മൾ എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് വെച്ച ശേഷം മാത്രം നമ്മൾ വീട് പണി തുടങ്ങുക. അതിനിടയ്ക്ക് നമ്മൾ ഇൻഷുറൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ വീട് പണിക്കൊപ്പം തന്നെ നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയിലൊക്കെ നമ്മൾ ചേർന്നിരിക്കണം.
അല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ വീട് പണിയെന്ന് മാത്രം അതിലേക്കുള്ള ആഡംബരത്തിന് മാത്രം നമ്മൾ തുക ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇല്ലേ? നമുക്ക് സമാധാനവും സന്തോഷവും അല്ലേ നമ്മുടെ വീട് സ്വർഗതുല്യമാകണ്ടേ? അപ്പം നമ്മൾ വീട് പണിയുമ്പോൾ എപ്പോഴും 2 വട്ടവും കൂടെ ആലോചിക്കുക, എന്തൊക്കെ ചെയ്യണം, എത്ര രൂപ നമുക്ക് ലോൺ എടുക്കണം. അത് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ആലോചിച്ച്, മക്കൾ പ്രായപൂർത്തി അവരോടും കൂടെ ആലോചിച്ച ശേഷം വീട് പണിയുക. നമുക്കിപ്പോൾ ആവശ്യമാണോ അത്യാവശ്യമാണോ എന്നും അതും ചിന്തിക്കുക. അത്യാവശ്യമാണെങ്കിൽ വീട് പണിയുക, ആവശ്യമാണെങ്കിൽ ഒന്നോടെ നീട്ടിവെച്ച് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കിയ ശേഷം മാത്രമേ വീട് പണിതാൽ മതിയോ എന്നാലോചിക്കുക. നമുക്ക് കുറച്ച് സമ്പാദ്യം എന്തെങ്കിലും ചിട്ടി കൂടിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ ഏതെങ്കിലും ഷെയറിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോ ഏതെങ്കിലും ഒരു സമയത്ത് കുറേ നാൾ, അതായത് ഒരു കൊച്ചുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുടങ്ങി അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു 10-20 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തുക വീട് പണിയാനുള്ള ഉണ്ടാക്കാൻ പറ്റുമെന്നേ. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു കുറഞ്ഞ തുകയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു കുറച്ച് തുക ഉണ്ടാക്കിയ ശേഷം ബാക്കി ലോൺ എടുക്കാൻ ശ്രമിക്കുക. ഫുൾ ലോൺ എടുത്ത് പണിയാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നെനിക്ക് തോന്നുന്നു. പിന്നീട് നമ്മൾ കടക്കണിയിലകപ്പെട്ടിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ കുറച്ച് തുകയെങ്കിലും ഉണ്ടാക്കി വെച്ച ശേഷം മാത്രം വീട് പണിയാൻ തുടങ്ങുക. കുറച്ച് തുക നമ്മുടെ ശമ്പളത്തിൽ നിന്ന് നമുക്ക് അടയ്ക്കാൻ പറ്റാവുന്ന ഒരു തുക മാത്രം ലോൺ എടുക്കുക. നമ്മുടെ ശമ്പളത്തിൻ്റെ പരിധിയിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുക. വീട് പണിയാനോ ബാങ്കുകാരൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പുറകെ വരും, ഹൗസിംഗ് ലോൺ തരാമെന്നും പറഞ്ഞ്. LICയുടെ ഉണ്ട്, അങ്ങനെയുണ്ട്, ആദിത്യ ബിർളയുടെ, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഹൗസിംഗ് ലോണുകളുണ്ട്. അപ്പം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള വീട് പണിയുക, ബാക്കി പൈസ നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വീടുകൾ വയ്ക്കുക. അല്ലാണ്ട് നമ്മൾ പിന്നീട് കടങ്ങളിൽ അകപ്പെട്ടു പോയിട്ട് നമുക്കതിൽ നിന്ന് ഊരിപ്പോരാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ മുങ്ങിപ്പോകും. അപ്പം അതിനിടയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക, ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക. നമുക്കൊരു കുറഞ്ഞ തുകയെങ്കിലും, നമ്മുടെ സാധാരണ വിദഗ്ധരൊക്കെ പറയുന്നത് നമ്മുടെ 6 മാസത്തെ സാലറിക്ക് അനുവാദമായ ഒരു തുക എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ, അതില്ലെങ്കിൽ ഒരു കുറച്ച് തുകയെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് എടുക്കാൻ പാകത്തിനൊരു തുകയൊക്കെ ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ കൂടെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. പിന്നെ വീട് പണിയാനുള്ള കുറച്ച് രൂപയെങ്കിലും നമ്മൾ ഒരു പകുതി പൈസയെങ്കിലും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ വീട് പണിയുക. ചിലർക്ക് സ്ഥലവും കൂടെ മേടിക്കേണ്ടി വരും. അപ്പം അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക. കടബാധ്യത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മനുഷ്യനെ വല്ലാതെയാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്താൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതവും നമ്മുടെ വീട് സ്വർഗ്ഗതുല്യമാവും. നമ്മുടെ വീട് ഒരു സ്വപ്ന ഭവനമായി മാറുകയും ചെയ്യും. അതിൽ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കിടന്നുറങ്ങാനും നമുക്ക് സാധിക്കും. ഓക്കെ.